ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോയിൽ സിസ്റ്റമിക് ഫംഗിസൈഡും കോൺടാക്ട് ഫംഗിസൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ ഫംഗിസൈഡുകൾ തമ്മിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡിൽ സിസ്റ്റമിക്കും കോൺടാക്റ്റും രണ്ടും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരേ ഫംഗിസൈഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ, ഒരേ ഫംഗിസൈഡ് കാലക്രമേണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ മരുന്നിനോടുള്ള പ്രതിരോധ ശേഷി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫംഗസ് സ്വമേധയ ഒരു പ്രതിരോധ ശേഷി വികസിപ്പിച്ചെടുക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുത്തിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ചിലർ പറയാറുള്ളത് വീക്ക്ലി ട്വൈസ് ഞാൻ സാഫ് അടിച്ചു കൊടുത്തിട്ടും എൻ്റെ ചെടിയുടെ ഇല മഞ്ഞളിപ്പ് മാറുന്നില്ല അല്ലെങ്കിൽ ഫംഗസ് ഇഷ്യൂസ് മാറുന്നില്ല എന്നുള്ളത്. അതിനിപ്പോൾ സിസ്റ്റമിക് ആയിക്കോട്ടെ കോൺടാക്റ്റ് ആയിക്കോട്ടെ ഇനി രണ്ടും കൂടി കൂടിയതായിക്കോട്ടെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ, നല്ലൊരു ഫെർട്ടിലൈസർ ഷോപ്പിൽ ചെല്ലുക, എന്നിട്ട് അവരോട് പറയുക ഡിഫറെൻറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫംഗിസൈഡ്സ് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. അവരത് നോക്കിയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം പറയണം റോസസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. കാരണം റോസസ് വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.